ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചേ, പക്ഷേ 6:30 എന്നുള്ളതിപ്പോൾ 7 മണിയായിട്ടാണ് നിൽക്കണത്. അപ്പോൾ ഒരു 8:30 ആകുമ്പോഴേക്കും ക്യൂവിലേക്ക് കയറാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പോവാണ്. അവിടെ വെച്ച് ഗുരുവായൂർക്ക് പോവാണ്. ഹർത്താലാണല്ലോ, എല്ലാവർക്കും മുടക്കാണ്. വേണ്ടി പകലെല്ലാവരും വീട്ടിലൊക്കെ ഇരുന്ന് അത്യാവശ്യം വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങിലായിപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. നല്ല റോഡൊക്കെ വളരെ ക്ലീനാണ്, വണ്ടികളും സുഖമായിട്ട് പോവാം. കാണിക്കൂടെ എത്താറാവണം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളോ. കുഞ്ചുണ്ട് ബാക്കിൽ. കുഞ്ചവിടെ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഈ നേരമായി. ഇനിയിപ്പോൾ തിരക്കാവും. അവിടെ ചെല്ലുമ്പോൾ ട്രാഫിക് പിന്നെ ഒന്ന് വലിയ പ്രശ്നം ഉണ്ടാവില്ലെന്ന് തോന്നുന്നില്ല കേട്ടോ. ഓൾറെഡി ഒരു മുടക്കിൻ്റെ ഒരു ഇതല്ലേ. ചിലപ്പോൾ തിരക്കും കുറവുണ്ടാവും. ഗുരുവായൂർ അകലെന്നുള്ള ആൾക്കാർക്കൊക്കെ വരാൻ ബുദ്ധിമുട്ടാവില്ല. വണ്ടി പകലൊക്കെ വണ്ടികൾ തടയിലാണ്, വലിയ വണ്ടിയൊന്നും വരില്ല. നല്ല ബൈക്കൊക്കെ തന്നെ ഓടിയിട്ടുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ കോടതി ആവുമ്പോൾ നമ്മൾ തിരക്കില്ല എന്നൊക്കെ പ്രതീക്ഷിച്ച് പോയാൽ അത് നമ്മൾ ചെല്ലുമ്പോൾ അറിയാം. അപ്പോൾ അവിടെ അത്രയും തിരക്ക്. ഭഗവാന്റെ അടുത്ത് തിരക്കില്ലാത്തൊരു നേരം ഇല്ലല്ലോ. നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. എന്തായാലും കുഴപ്പമില്ല. അതെ, കാണാം. നേരം വലിയ കുഴപ്പമില്ല എന്നുള്ളതിലാണ്. കുഞ്ചുനാണെങ്കിൽ ഇപ്പോൾ സ്റ്റഡി ലീവാണ്. അപ്പം പിന്നെ അയാൾക്ക് സ്കൂളിൽ പോകേണ്ട പ്രശ്നങ്ങളും ഇല്ല. നമ്മളിപ്പോൾ രാമവർമ്മപുരമാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വഴി സെൻറ്ററിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 7 മണിക്ക് ആയിട്ടുണ്ട്. 7 മണി കഴിഞ്ഞു. 7:10 തൊട്ടപ്പുറത്ത് പമ്പുണ്ട്. നമുക്ക് അവിടുന്ന് പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് അതൊക്കെ പോവാം. അതെ, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വഴിയാണ്. ലെഫ്റ്റിൽ കാണുന്നതാണ് എഞ്ചിനീയറിംഗ് കോളേജ്. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ്. പിന്നെ ഇനിയിപ്പോൾ പെട്രോൾ അടിച്ച് പതുക്കെ എത്തണം. അധികം തിരക്കൊന്നുമില്ല റോഡ്, കാരണം കുഴപ്പമില്ല അല്ലേ. പക്ഷെ വണ്ടികളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടാ. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേ പൊതുപണി മുടക്ക് 6 തൊട്ട് 6 വരെ അല്ലായിരുന്നു. അത്യാവശ്യം വണ്ടികളൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങി. ചെറു വണ്ടികളൊക്കെ. ബസ് ഇനിയിപ്പോൾ എന്തായാലും ഓടില്ല. ഇപ്പൊ വലിയ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അറിയാം, ഹൈവേയിലേക്ക് ഇറങ്ങുമ്പോൾ അറിയാം വലിയ വണ്ടികളൊക്കെ വരും. ഇതേ ഒരു ആനക്കുട്ടൻ റെഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോ നമ്മള് പവർ ഹൗസ് ജംഗ്ഷൻ എത്തി. പെട്രോൾ അടിച്ച് നമ്മള് ഏത് വഴിയാ പോണേ? മറ്റേ കൊട്ടേക്കാട് വരെ അടിക്കാം. മുണ്ടൂര് ചെന്ന് അവിടുത്തെ ഇത് കഴിഞ്ഞിട്ടുണ്ടാവൂലേ പൂരം എന്നൊക്കെ പറഞ്ഞത്? അത് കഴിഞ്ഞു. തിങ്കളും ചൊവ്വയൊക്കെ ആയിരുന്നു. ഇതിലെയാണ് എന്റെ ഷോപ്പിലേക്ക് പോണത്. ഇന്നങ്ങനെ മുടക്ക് കിട്ടി. ഇവിടെ സൈഡിലെ ലൈറ്റൊക്കെ ഇട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ പള്ളിയിലെ പെരുന്നാളാണ് തോന്നുന്നു. പള്ളിയിലെ പെരുന്നാൾ ചിലപ്പോൾ കാവടിയൊക്കെ ഉണ്ടാവൂട്ടാ. കഴിഞ്ഞു അല്ലേ? ഓ, അതാ പറയില്ലേ. മണലാർകാവ് അമ്പലത്തിലെ പൂരല്ലേ കാവടി. അതിന്റെ കച്ചവടക്കാരൊക്കെ എത്തിക്കണ്ടോ? അടിപൊളി. സൂപ്പർ. കുറച്ചങ്ങട് നമ്മുടെ മധുരസേവ വാങ്ങിക്കണോട്ടാ. ഇത് ഈ മധുരസേവ എല്ലാവരുടെയും ഷോപ്പുകളുടെയും വീടുകളുടെയും ഒക്കെ. അതെ, ഈ മധുരസേവ ഇതാണ്. ഈ ഒരു ടേസ്റ്റ് ഇവർക്ക് തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ. കാര്യം ചിലപ്പോ ഇച്ചിരി പൊടിയൊക്കെ ഉണ്ട്, എന്നാലും പിന്നെ കുഴപ്പമില്ല. എല്ലാവരും മൊത്തം ഒരുങ്ങിയിട്ടിരിക്കുകയാണ്, വീടുകളായാലും ഒക്കെ. കുറെ ദേശക്കാരുണ്ടല്ലോ, പല ആൾക്കാരുണ്ട്. അവരൊക്കെ അവിടെയൊക്കെ വന്ന് നല്ല ആഘോഷമാണ്, അടിപൊളി ആഘോഷമാണ്. വലിയ കാവടികളും പൂക്കാവടി, അമ്പലക്കാവടി ഒക്കെ. ഇപ്പോ
നമ്മള് എവിടേക്കാ? മുണ്ടൂര് സെന്റർ എത്തി. മുണ്ടൂർ സെന്റർ. തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞ കുന്നംകുളത്തേക്ക് പോണ ഹൈവേയിലേക്കാണ് ഇപ്പൊ നമ്മള് കയറുന്നത്. വണ്ടിയൊക്കെ ഉണ്ട് ഈ കോട്ടേക്കാട് വരടിയം വഴിക്ക് പക്ഷെ വണ്ടി കുറവായിരുന്നു. അതിപ്പോ ഒരു സാധാരണ റോഡാണല്ലോ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴി നേരെ കോഴിക്കോട് വരെ പോണതാണല്ലേ. അപ്പൊ ഒരുവിധം വണ്ടികളൊക്കെ നന്നായി ഇറങ്ങി തുടങ്ങി. ഒരു 7:36 8 to 8:15 എത്താം നമുക്ക്. തിരക്ക് കുറവുള്ള കാരണം കാണാം. ഓ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴല്ലേ ഏകാദശിക്ക് പോകുമ്പോ ചൂണ്ടലിൽ അവിടെ ഒരു വിളക്കുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു 1/4 മണിക്കൂർ നമ്മളവിടെ ബ്ലോക്കിൽ കിടന്നു. ഇപ്പൊ പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല. അടുത്താന ഉത്സവങ്ങളുടെ സീസൺ അല്ലേ, അതാണ് ആനകളൊക്കെ നമ്മൾ വഴിയിൽ കാണാൻ പറ്റും. ഇപ്പൊ ഇതിനെ പറഞ്ഞ പോലെ കുറെ വണ്ടിയിലല്ലേ പോവാനകള്. പണ്ടൊക്കെ അല്ലേ നടന്ന് പോലെ കൂടുതൽ. ഇപ്പൊ അടുത്തേക്കാവണ കാരണങ്ങളാ കഷ്ടപ്പെടുത്തില്ലല്ലേ. അല്ല ഇപ്പൊ കൊറേ റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ പാലിച്ചിട്ടാ ചെയ്യണത്. കുറെ ആളുകൾക്ക് പണ്ടത്തെ പോലെയുള്ള പ്രശ്നമില്ല. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള ഓട്ടമായിരുന്നു. ഇപ്പൊ കറക്റ്റ് സമയത്ത് വെള്ളം കൊടുക്കണം, അതിന് ഭക്ഷണം കൊടുക്കണം, പിന്നെ ഡോക്ടർമാരുടെ ചികിത്സ, എന്താ പറയാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നമുക്കറിയാണ്ട. പെട്ടെന്ന് തന്നെ എത്തിയില്ലേ കായ്പറമ്പ് സെന്ററിൽ. കായ്പറമ്പ് സെന്റർ എത്തിയപ്പോ നമ്മള് ശരിക്കും ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കാണാൻ വഴിയില്ലേ, അതാണ് നമ്മള് ആ വണ്ടിയൊക്കെ തിരിയണത്. ആ വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് സൗത്ത് വൃന്ദാവനിലേക്ക് എത്തും. അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ വഴിക്കായിരുന്നു ജഗന്നാഥ് രഥയാത്ര അന്ന് പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അല്ല, കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം വേറെ വഴിക്കാൻ പോയി. ചൂണ്ടല് സെന്ററായി. ഇപ്പൊ നമ്മള് നേരെ പോണത് കുന്നംകുളം ഗുരുവായൂര് ലെഫ്റ്റ്. ഇവിടുന്ന് ഒരു 8 കിലോമീറ്ററോളാണ് ഇനിയുള്ളത്. ഇപ്പൊ 7:47 8:10 നമ്മൾ എന്തായാലും അവിടെ എത്തും. നമ്മളൊരു ആവറേജ് സ്പീഡിലല്ലേ പോകണല്ലോ, അല്ലാണ്ട് സ്പീഡിലില്ല. പിന്നെ മെയിൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മളാ കേച്ചേരി ആ ഹൈവേയില് ഭയങ്കര റോഡ് പണി. പണ്ട് റോഡായിരുന്നു, ഇപ്പൊ റോഡ് പണിതപ്പോ നല്ല രസമായി, അടിപൊളി റോഡായി. നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയ കാരണം. പണ്ട് ഗുരുവായൂർക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പണിയായിരുന്നു. പിന്നെ വേറെ വഴിക്കൊക്കെ പോകാറുള്ളത് ഓർമ്മയുണ്ടാ? നമ്മൾ ആ പറപ്പൂര് പാങ്ങ് വഴിക്കൊക്കെ പോയിട്ട് ചാവക്കാട് റോഡിൽ ചെന്ന് കയറും, എന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് പോകും. ഗുരുവായൂര് ഒരു തെക്കേ നടയിലേക്ക് ആ ഭാഗത്തേക്കായിട്ട് ചെന്ന് കയറും. എന്നിട്ട് അതൊരുപാട് വളവും തിരിവൊക്കെ ആയിരുന്നു. ഇതിപ്പോ നന്നായിപ്പോ സുഖമായിരുന്നു നമുക്ക്. നമ്മള് ഗുരുവായൂർ എത്താറായി. പാലല്ലേ കാണുന്നത്? ഓ നമ്മള് പണ്ട് വരുമ്പോ ഓർമ്മയുണ്ടാ പാലം പണി നടക്കണ സമയത്ത്? ഒന്നല്ല ലെഫ്റ്റ് പോണം, അല്ലെങ്കിൽ കുറച്ച് മുമ്പായിട്ട് റൈറ്റ് പോണം. എന്നിട്ട് അതിലെ വളഞ്ഞ് തിരിഞ്ഞ് കൊറേ വഴിയൊക്കെ പോയിട്ട് വേണം വന്ന് കയറണമെങ്കിൽ. സൗകര്യമായി ഇപ്പൊ പണ്ടത്തെ വഴിച്ച് നോക്കുമ്പോ. ഇപ്പൊ പാലം കയറി ഇറങ്ങിയപ്പോലായി മഞ്ജുളാല്. നമ്മളെല്ലാ മാസവും വരണം എന്നൊക്കെ വിചാരിക്കൂലേ? പക്ഷെ നമ്മള് ശ്രമിക്കേണ്ട കേട്ടോ. നമ്മള് ശ്രമിച്ചാൽ വരാൻ പറ്റും. ഇപ്പൊ ഈ പുജുവിന് അവൾക്ക് എക്സാമിന് മുമ്പ് വരണം എന്ന് പറഞ്ഞ് നമ്മളെന്തായാലും പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മള് ശനിയാഴ്ച പോവാന്നട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ. പക്ഷെ ഇന്നിപ്പോ അപ്രതീക്ഷിതമായിട്ട് പണിമുടക്ക് വന്നപ്പോ പിന്നെ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. അവൾക്ക് നേരെ വണ്ടി വിടില്ല, ലെഫ്റ്റ് അതൊക്കെ വണ്ടിയാക്കില്ലോ അല്ലേ? ഇനിയിപ്പോ അങ്ങനെ പോട്ടെ. പോയിട്ട് നമുക്ക്
കടന്നിട്ടുള്ള പാർക്കിങ്ങിൽ തന്നെ കയറാം. അന്നിപ്പോൾ അധികം വണ്ടികളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കാം. അതെ, ഒരു പ്രാവശ്യം നമ്മൾ വന്നിട്ട് നിന്നു അല്ലേ ഏട്ടാ വൈകുന്നേരം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ രാത്രി നിന്നിട്ട് നല്ല രസമായിരുന്നു അത്. അതെ, അതുപോലെ വരണം ഒഴിവ് നോക്കിയിട്ടേ. അപ്പൊ പിന്നെ ഫുള്ള് ഭഗവാന്റെ അടുത്ത് നമുക്ക് അങ്ങോട്ട് തിരക്കൊന്നുമില്ലല്ലോ. നേരം വൈകണവരെ എല്ലാത്തിനും നിക്കാം. അതെ, വൈകുന്നേരത്തെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പും ഒക്കെ കഴിഞ്ഞ് ശിവേലിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഭഗവാന്റെ നെയ്യും ആടിയ എണ്ണ, നെയ്യല്ല ആടിയ എണ്ണ, അതൊക്കെ കഴിഞ്ഞ് തൃപ്പൂക്കൊക്കെ എടുത്ത് സമാധാനമായിട്ട് പോരാം. പിന്നെയുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ നമ്മളൊന്ന് കൃഷ്ണനാട്ടം അതും കൂടി കണ്ട. അപ്പൊ പിന്നെ റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് സൗകര്യം. അത് കഴിയുമ്പോ നല്ലോണം ലേറ്റ് ആവും. 12 മണി 1 മണിയൊക്കെ ആയില്ലേ? 12 കാരണം ഈ പുറത്തേക്ക് ഭഗവാൻ എഴുന്നള്ളിച്ചിട്ടുള്ള പൂരമൊക്കെ കഴിഞ്ഞ് എന്താ പറയാ ശിവേലി എഴുന്നള്ളിപ്പ്. അത് 3 ആനയൊക്കെ ഉണ്ടാവും. നല്ല രസമാണ് സംഭവം. അങ്ങനെ ഭഗവാന്റെ ഭൂലോക വൈകുണ്ഠത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്കണ്ണന്റെ ഇവിടെ ഉള്ളിലേക്ക് കയറിയിട്ട് പറയും കേട്ടോ, വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഗുരുവായൂര് തിരക്ക്, നമ്മള് തിരക്കുണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും. അല്ല, പിന്നെ ഇപ്പൊ ഇവരുണ്ടല്ലോ കേട്ടോ, മറ്റേ ഇവിടുത്തെ കഴിഞ്ഞിട്ടില്ല അല്ലെ, മല സീസൺ കഴിഞ്ഞിട്ടില്ല. ശബരിമല 5 ദിവസത്തെ നട തുറക്കാന്ന് പറഞ്ഞില്ലേ ഗിരീഷേട്ടൻ പറഞ്ഞില്ലേ? അവിടെ ആൾക്ക് ഡ്യൂട്ടി ഉണ്ട്. നേരെ നടക്കിലേക്ക് തന്നെ പോവാ അല്ലേ? അങ്ങനെ കടന്നിട്ട് അവിടെ കടന്നിട്ട് ഒരു പാർക്കിംഗ് ഇല്ലേ, അവിടെ നോക്കാം. ഇവിടെ ഇടുന്ന വണ്ടി പക്ഷെ ഭഗവാന്റെ നടക്കിലേക്ക് എത്തി തുടങ്ങി. എത്തി. ഹരേ കൃഷ്ണ. നമുക്ക് ഇനി പാർക്ക് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഹരേ ഭഗവാനേ കൃഷ്ണ. പാർക്കിംഗ് ഉണ്ടാവൂലേ ഏട്ടാ? അന്ന് പോയിട്ട് ചെയ്ത സ്ഥലല്ലേ? ഗുരുവായൂർ വന്നിറങ്ങി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അതെ, ജഗന്നാഥ് റെസ്റ്റോറൻറ്റ്. ഹരേ കൃഷ്ണ. നമ്മൾ കിഴക്കേനടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിഴക്കേനട എത്താറായി. നമ്മൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ ഒരു 8 മണി 8:10 ആകുമ്പോഴേക്കും വണ്ടി ഇവിടെ വന്നിട്ട് പാർക്ക് ചെയ്തു. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ പാർക്കിംഗ് ഫുള്ളായി. കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു ജഗന്നാഥ് റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് ഇപ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. നമോ നാരായണായ, നമോ ഭഗവതേ വാസുദേവായ. അതെയോ? അപ്പോൾ തൊഴുതിറങ്ങി നേരം കുറച്ചായി. ശിവേലിയൊക്കെ കണ്ടു. ഫ്രണ്ട്സ് കൂടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പതിനൊന്ന് മണി ആവാറായി. ഇപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്.
തിരക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പണിമുടക്കൊക്കെ അല്ലേ, പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. ശിവേലിയൊക്കെ നല്ല രസമായിരുന്നു. ഇപ്പം വണ്ടിയിട്ടുള്ളത് കുറച്ചകലെയാണ്, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നടക്കാനുള്ള ദൂരം. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുവിധം ഷോപ്പുകളൊക്കെ അടവാണെന്ന്. പണിമുടക്കേണ്ടി ആയിരുന്നു. പൊതുപണിമുടക്കായ കാരണം കൊണ്ട് ഹോട്ടൽസൊക്കെ മുടക്കാം. ഒരുവിധം കടകളും മുടക്കുന്നുണ്ട്, ചിലതൊക്കെ തുറന്നിട്ടുണ്ട്. ജഗന്നാഥ് സാത്വിക് റെസ്റ്റോറൻറ്റ്, ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ വണ്ടിയിൽ അവിടെ എത്തി. 1 മണിക്കൂറിലും കുറച്ചുകൂടി സമയം പിടിക്കും വീട്ടിലെത്താൻ. ഇപ്പോൾ 11 മണി, ഒരു 12 മണിയോട് കൂടിയിട്ട് വീട്ടിലെത്തുമെന്ന് വിചാരിക്കാം. ഹായ് രാധേശ്യാം. കുറേ നാളായി കണ്ണൻ്റെ ഒരു നല്ല ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങി വെക്കണമെന്ന് വിചാരിക്കുന്നു വണ്ടിയിൽ. രാധാദേവിയും ഭഗവാനും കൂടിയിട്ടുള്ള. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഭഗവാനെ കാണാൻ വരാം. ഹരേ കൃഷ്ണ. അപ്പോൾ ഇറങ്ങാം, പോവാം. ഓക്കെ. അപ്പോൾ മഞ്ജുളാലെത്തി. ഗരുഡ ഭഗവാന്റെ വലിയ ശില്പം ഇതാ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണു. സുധാമ കണ്ടോ? എന്ത് രസല്ലേ.